ആൾക്കാരൊക്കെ എന്തായാലും നോട്ടീസ് ചെയ്യുന്നുണ്ട്, കാറിൻ്റെ അകത്തിരുന്ന ആൾക്കാർ പോലും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഏതാ ബൈക്ക് എന്തൊക്കെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓപ്പൺ റോഡ് നീ പോട്ടടാന്ന് പറഞ്ഞ് ക്രോസ് ചെയ്ത് വെച്ച് ചേട്ടൻ. ഇതേപോലെ സിറ്റുവേഷനിൽ ഓവർടേക്ക് ആയല്ലോ. ഹായ് സ്റ്റുഡിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ ഞാൻ KTM ഡ്യൂക്ക് 390 ബൈക്ക് കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം തന്നെ ഉടനെ തന്നെ ഹുസ്ക്വാറിൻ്റെ സ്വാറ്റ് പില്ലിൻ 401 കൊണ്ടുവന്നായിരുന്നു. ബിക്കോസ് അതിൽ രണ്ട് സിമിലർ ആയിട്ടുള്ള 399cc എഞ്ചിനാണല്ലോ വരുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നത് KTM ഡ്യൂക്കിൻ്റെ തന്നെ Gen 3 250 ആയിരുന്നു. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള എഞ്ചിൻ വരുന്ന ഒരു ബൈക്കും കൊണ്ടുവരണമല്ലോ. അതേ ഗൈസ്, ഇന്ന് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ഹുസ്ക്വാറിൻ്റെ വിറ്റ് പില്ലിയൻ 250 ആണ് ഗൈസ്. ഒരു പ്രോപ്പർ കഫേ റേസർ ലുക്കുമായിട്ട് വരുന്ന ഹുസ്ക്വാറിൻ്റെ വിറ്റ് പില്ലിയൻ 250 തന്നെയാണ്. കാണാനൊക്കെ അതിഭീകര ലുക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഭീകരനെ പരിചയപ്പെട്ടാലോ. ആദ്യം നമുക്ക് പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പെയിൻറ്റ് സ്കീം നോക്കുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ഹുസ്ക്വാറിൻ്റെ വിറ്റ് പില്ലിയൻ 250 വരുന്നത്. കാണാൻ അതിഭീകര ലുക്കാണ് കേട്ടോ. എസ്പെഷ്യലി ഈ വൈറ്റ് കളർ ഒരു മേറ്റ് കളർ പെയിൻറ്റ് കോമ്പിനേഷനാണ് ഇത് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഒരു ഡ്രോബാക്കോ നെഗറ്റീവോ പറയാൻ ഒന്നുമില്ല കേട്ടോ. അത്രമാത്രം കിടിലനായിട്ടാണ് ഈ വിറ്റ് പില്ലിയൻ 250യുടെ ഈ വൈറ്റ് കളർ പെയിൻറ്റ് ഫിനിഷ് വരുന്നത്. പിന്നെ ഗ്ലോസി ടൈപ്പും കൊള്ളാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ വൈറ്റ് കളർ പെയിൻറ്റ് അത്യാവശ്യം നല്ല ഈ കിട്ടിലായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതേപോലത്തെ ഒരു കിട്ടിലൻ പെയിൻറ്റ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വൈറ്റ് കളറിൽ നിന്ന്. പിന്നെ കാണാമല്ലോ ഒരു യെല്ലോ കളർ ഒരു സ്റ്റിക്കറേയും കൊടുത്തിട്ടുണ്ട്. ഒരു എടുത്തറിയിക്കുന്ന രീതിയിലാണ് ആ യെല്ലോ കളർ സ്റ്റിക്കറിങ് വരുന്നത്. കാണാനും അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു നമുക്ക് ഹുസ്ക്വാറിൻ്റെ സ്വാറ്റ് പില്ലിയൻ കണ്ട പോലത്തെ ഒരു DRL സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. പക്ഷേ വരുന്നത് LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. LED ഹെഡ്ലൈറ്റ്സ് ആകുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കാണാമല്ലോ നമ്മുടെ ഹുസ്ക്വാറിൻ്റെ സ്വാറ്റ് പില്ലിയൻ 401 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. കാണാനും അത്യാവശ്യം കിടിലൻ ലുക്കാണ്. അതേപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ റേ സൈഡ് വെക്കുമ്പോൾ നമ്മുടെ ഹുസ്ക്വാറിൻ്റെ 401 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സാണ്. ഒരു ഫോഗി ടൈപ്പ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ്. കാണാനും അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ്. അതേപോലെ തന്നെ ആ വലിയ മൺ ഫ്ലാപ്പർ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ലുക്ക് വൈസ് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ആ ഓൾഡർ ജനറേഷൻ വിറ്റ് പില്ലിയൻ 250 ഒക്കെയാണ്. അതിഭീകര ലുക്കാണ്. ഈവൻ ദോ ഒരു ചെളിതെറിക്കുന്ന രീതിയിലുള്ള ഒരു മഡ് ഫ്ലാപ്പേഴ്സ് ഒരു ടയർ ഹഗേഴ്സൊക്കെയാണ് കൊടുത്തെങ്കിലും അതിൻ്റെ ലുക്ക് അപ്പാര ലുക്കായിരുന്നു. എസ്പെഷ്യലി ഈ ബൈക്ക് ഞാൻ ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോയ ടൈം അവിടെ ഒരു വിറ്റ് പില്ലിയൻ 250 ഓൾഡർ വേർഷൻ ഉണ്ടായിരുന്നു. ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ തന്നെ കിളി പറക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഓൾഡർ വേർഷൻ വിറ്റ് പില്ലിയൻ 250യുടെ ലുക്ക് വന്നത്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണത്. ഇതും ലുക്ക് വൈസ് അത്യാവശ്യം കിടിലാണ്. പക്ഷേ എനിക്ക് പഴയ ലുക്കാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളെ കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാമല്ലോ WP അപ്പെക്സിൻ്റെ തന്നെ ഒരു USD ഫോക്സാണ് വരുന്നത്. 43mm 250 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അത്യാവശ്യം സ്റ്റിഫറായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോപ്പർ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഫ്രണ്ട് സസ്പെൻഷനിൽ നിന്ന്. പിന്നെ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് WP അപ്പെക്സിൻ്റെ തന്നെ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. എന്തുകൊണ്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതിലോട്ട് ചേരുന്ന രീതിയിലാണ് പെയിൻറ്റ് കോമ്പിനേഷൻ സസ്പെൻഷൻ്റെ കളേഴ്സും വരുന്നത്. റിയർ സസ്പെൻഷൻ കുറച്ചൊന്ന് സോഫ്റ്റർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല കംഫർട്ടായി കിട്ടുന്നുണ്ട് റൈഡിങ് ടൈം എന്ന് വെച്ചാൽ. അതേപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോണേഴ്സിലായാലും ഹൈ സ്പീഡ്സിലായാലും അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനായിട്ടുള്ള ഇതിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് ഹൈറ്റും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ സസ്പെൻഷൻ കാര്യത്തിൽ അത്യാവശ്യം ഹാപ്പിയാണ്. കംഫർട്ടും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും തരുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് കേട്ടോ. അവിടെ നേരിട്ട് വിറ്റ് പില്ലിൻ്റെ എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ Gen 3 ഡ്യൂക്ക് 250 വന്ന സിമിലർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഒരു 249.07cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി പഴയ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട്. അതേ ഒരു പവർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ട്യൂണിങ്ങിലൊന്നും ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരു പ്രോപ്പർ എൻജോയബിൾ ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് ഈ ഒരു 250 എഞ്ചിൻ പ്രോമിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാമല്ലോ നമുക്ക് ആ കേർവ്ഡ് റേഡിയേറ്റർ അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹുസ്ക്വാറിൻ്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സിംഗിൾ ഫാൻ സെറ്റപ്പ് ആയിട്ടുള്ള കേർവ്ഡ് റേഡിയേറ്റർ ആണ്. എന്ന് വെച്ച് ഹീറ്റിങ്ങിൻ്റെ കാര്യമൊന്നും അധികമൊന്നും വരുന്നില്ല കേട്ടോ. കേർവ്ഡ് റേഡിയേറ്റർ പുതിയതായിട്ടുള്ള കേർവ്ഡ് റേഡിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് മാനേജ്മെൻറ്റ് കിടിലമായിട്ട് നടക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഒന്നും അധികമായിട്ട് എനിക്ക് അബോധർ ചെയ്യുന്ന രീതി വന്നില്ല. ബിക്കോസ് ഇന്ന് തന്നെ അത്യാവശ്യം നല്ല വെയിലത്ത് ട്രാഫിക്കിൽ ഓടിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ടൊരു ഹീറ്റ് മാനേജ്മെൻറ്റ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല മിനിമലാണ്. അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് റൈഡറിന് കിട്ടുന്ന രീതിയിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ എൻ്റെ പവർ ഫിഗേഴ്സ്
ബിക്കോസ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 31 bhpയും ഒരു 25 Nm ഓഫ് ടോർക്കുമാണ്. സെയിം ആസ് ദാറ്റ് ഓഫ് ദി KTM Gen 3 Duke 250. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ പവർ ഫിഗേഴ്സും അതേപോലെയൊക്കെ തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിലും വരുന്നുണ്ട് കേട്ടോ ക്വിക്ക് ഷിഫ്റ്റേഴ്സ്. 250 കണ്ടുവന്ന അതേ സ്മൂത്തറായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നല്ല ഹാപ്പിയാണ്. പിന്നെ ഹുസ്ക്വർന വിറ്റ്പിലിയൻ 250നെ പിടിച്ചു നിർത്താനായിട്ട് ഒരു 320 mm ഡിസ്ക് റൂട്ടേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. റേഡിയലി മൗണ്ടഡ് ആയിട്ടുള്ള ബൈബ്രയുടെ കാലിപ്പേഴ്സ് കാണാമല്ലോ. ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ KTM Duke 390 വരുന്നത് സിമിലർ ബ്രേക്കിംഗ് ആണ്. പ്രോപ്പർ ബ്രേക്കിംഗ് ബൈറ്റ് കിട്ടുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. കോൺഫിഡൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇജാതി കോൺഫിഡൻസ് ആണ് ഈ ബ്രേക്കിംഗ് നിന്ന് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രം കിട്ടുന്നത്. നമുക്ക് റിയർ സൈഡിലോട്ട് നോക്കാം. റിയർ സൈഡിൽ നോക്കുമ്പോൾ ഒരു 240 mm ഡിസ്ക് റൂട്ടേഴ്സാണ് വരുന്നത്. അവിടെയും ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ ചാനൽ ABS അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് റിയർ ABS സ്വിച്ച് ഓഫും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. ബിക്കോസ് അതേപോലത്തെ ഒരു കിടിലം ബ്രേക്കിംഗ് ആണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വിറ്റ്പിലിയൻ 250 കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ ബ്രേക്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് ഫ്രണ്ട് സൈഡ് റിയർ സൈഡും. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് MRFിൻ്റെ ടയേഴ്സാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ ഒരു 110 സെഷൻ്റെ ടയേഴ്സും റിയർ സൈഡിൽ ഒരു 150 സെഷൻ്റെ ടയേഴ്സുമാണ് കേട്ടോ. സോ ഐ മീൻ അലോയ് വീൽസ് ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. അല്ലാതെ നമ്മുടെ സ്വാറ്റ് പില്ലിൻ പോലെ ട്യൂബ്ഡ് ടയേഴ്സ് അല്ല. അതന്നെ അന്ന് പറഞ്ഞത് ലൈക്ക് സ്വാറ്റ് പില്ലിന് നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് വേണമെങ്കിൽ മേ ബി ഈ ഒരു അലോയ്സ് നമുക്ക് സ്വാറ്റ് പില്ലിൻ 401 കൊണ്ടുവരേണ്ടി വരും. ലുക്ക് വൈസ് നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ലുക്സൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ MRFിൻ്റെ Rev C1 എന്ന് പറയുന്ന ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല കിടിലൻ ഡ്രൈ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതിപ്പോൾ കോർണേഴ്സിലായാലും അതേപോലെ തന്നെ ഹൈ സ്പീഡ്സിലായാലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ആൻഡ് ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ടയേഴ്സാണ് കേട്ടോ. ഈ ടയേഴ്സ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ബൈക്കിൽ. പിന്നെ വെറ്റ് കണ്ടീഷനിലുള്ള ഗ്രിപ്പ് എനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഓണേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ടയർ ഗ്രിപ്പ് എങ്ങനെയാണ് വെറ്റ് കണ്ടീഷനിലായിരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാക്കിയുള്ള റൈഡേഴ്സിന്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് സീറ്റ്സിലോട്ട് നോക്കാം. സീറ്റ്സിലോട്ട് നോക്കുമ്പോൾ ഒരു സിംഗിൾ സീറ്റ് സെറ്റപ്പായിട്ടുള്ള സീറ്റ്സാണ് വരുന്നത്. അത്യാവശ്യം നമ്മുടെ ടാങ്ക് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സീറ്റ്സാണ്. Duke 250 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. ബിക്കോസ് ഒരു സ്പോഞ്ചി കൈൻഡ് ഓഫ് സീറ്റ്സാണ് റൈഡർ സൈഡ് കിട്ടുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടി ഒന്ന് ഹാർഡറായിട്ടാണ് ഐ മീൻ പില്ലിയൻ സീറ്റ്സ് വരുന്നത്. എന്ന് വെച്ച് കംഫർട്ടിനൊന്നും കുറവില്ല കേട്ടോ. അത്യാവശ്യം നല്ല കിട്ടിലും കംഫർട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ബൈക്കിലോട്ടൊന്ന് കയറാം. ബൈക്കിലോട്ട് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അല്ലേ, ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 820 mm ആണ്. ഒരു 5 foot 8 ആണ്. എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ഷോർട്ട് റൈഡാണെങ്കിൽ പേടിക്കേണ്ട. ബിക്കോസ് ഇതിൻ്റെ റിയർ സൈഡ് സസ്പെൻഷൻ കുറച്ചൊന്ന് സോഫ്റ്ററാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ബൈക്ക് കുറച്ചൊന്ന് ലോവർ ആവുന്നുണ്ട്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആയിട്ട് അതുകൊണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അവിടെ നേരിട്ട് മിറേഴ്സിലോട്ട് നോക്കുമ്പോൾ റൗണ്ട് ആയിട്ടുള്ള മിറേഴ്സാണ്. കാണാൻ അത്യാവശ്യം ലുക്കായിട്ടുള്ള മിറേഴ്സാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല വിസിബിലിറ്റി നമുക്ക് ഈ ഒരു മിറേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ 250 കണ്ടുവന്ന സിമിലർ സ്വിച്ചസാണ്. ജസ്റ്റ് ഒന്ന് വാക്കറൗണ്ട് ചെയ്യാം. നമ്മുടെ ലൈറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഡിമ്മ് പാസൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ സ്വിച്ചാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് കേട്ടോ. പിന്നെ ഹസാർഡ് ലൈറ്റ്സ്, ഇത് നമ്മുടെ മീറ്റർ കൺട്രോൾ ടോഗിളിങ് ചെയ്യാൻ, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, റൈറ്റ് സൈഡിൽ ഇഗ്നിഷൻ, അതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ നേരിട്ട് മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ LCD മീറ്റർ കൺസോളാണ് വരുന്നത്. നമുക്ക് മുകളിലാണ് വാർണിംഗ് സിമ്പിൾസ് ഒക്കെ വരുന്നത്. ഇവിടെ ഒരു RPM മീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഒരു ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. സ്പീഡോമീറ്റർ താഴെയാണ്. അത്യാവശ്യം നല്ല വലിയൊരു സ്പീഡോമീറ്ററാണ്. പിന്നെ ട്രിപ്പ് ഇൻഫോ, ആവറേജ് സ്പീഡ്, ആവറേജ് മൈലേജ്, ആവറേജ് ട്രിപ്പിന് വേണ്ടി എടുത്ത ടൈം. പിന്നെ മെനുവിലോട്ട് കയറുമ്പോൾ ലൈക്ക് ABSൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് റിയർ ABS സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ബൈക്ക് ഇൻഫോയിൽ എൻജിൻ ടെമ്പറേച്ചർ, റേഞ്ച്, ബാറ്ററി വോൾട്ടേജ്, ഓടോ, സർവീസ്, ചെറിയ വാർണിങ്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ട്രിപ്പ് ഇൻഫോ, ലാപ്പ് ടൈമിംഗ്, സെറ്റിങ്സിൽ നമുക്കിതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ, പിന്നെ നമുക്ക് ഫ്രണ്ട് മീറ്റർ കൺട്രോൾ ഇൻ്റർഫേസ് വരുന്നുണ്ടല്ലോ ഏറ്റവും തുടക്കത്തിലുള്ള ആ ഇൻ്റർഫേസിൽ നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യാം, എന്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണമെന്നുള്ള ഒരു ഓപ്ഷനാണ് അവിടെ സെറ്റിങ്സിൽ വരുന്നത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ റൈഡ് എക്കണോമിക്സ് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് നമുക്ക് ഈ ഒരു വിറ്റ്പിലിയൻ 250 കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ റിയർ ഫുഡ് പെക്സ് വരുന്ന കുറച്ചൊന്ന് റിയർ സെറ്റാണ്. നമ്മുടെ KTMൻ്റെ Duke 250 പോലെ കുറച്ചൊരു സ്പോർട്ടി കൈൻഡ് ഓഫ് ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കീസ് നോക്കുമ്പോൾ ഇതാണ് കീസ് വരും. നമ്മൾ ഹുസ്ക്വർണയുടെ 401 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള കീസാണ്. അത്യാവശ്യം നല്ല കിടിലൻ കീസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഹുസ്ക്വർണയുടെ വിറ്റ്പിലിയൻ 250ക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് ഒക്കെ. നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് കേട്ട് പോകാം. എക്സോസ്റ്റ് നമ്മുടെ 390 പോലെയൊക്കെയാണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു അണ്ടർ ബെല്ലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ്. എന്തായാലും എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം.
നമുക്ക് 250 ഐഡിൽ കിട്ടുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ലൗഡറായിട്ടുള്ള എക്സോസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ വിറ്റ്പിലിയൻ 250 വരുമ്പോൾ. മേ ബി ഒരു എക്സ്ട്രാ കവറിംഗ് ഒക്കെ എക്സോസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടാവണം കുറച്ചുകൂടി ലൗഡറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് ത്രോട്ടിൽ കൊടുക്കുവാണേ. കൊള്ളാം. നമ്മുടെ 250 പോലെയൊക്കെ സിമിലറായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതേ എഞ്ചിനാണ്, അതേ എക്സോസ് മൗണ്ടിങ് ആണ്. എന്തായാലും നമുക്ക് ഒരു ഷോർട്ട് റൗണ്ട് തന്നെ പോവാം. നമ്മുടെ ഹുസ്ക്വറിൻ്റെ വിറ്റ്പിലിയൻ 250 എടുത്തിട്ട് ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ബൈക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്കിതിൻ്റെ വെയിറ്റിനെ പറ്റി പറയാം. ബിക്കോസ് ഡ്യൂക്ക് 250 പോലെ തന്നെ ഇതും വെറും 163 കിലോഗ്രാമിലാണ് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല ലൈറ്ററാണ്. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിലൊക്കെ ചെയ്യാം. നല്ല വൈഡറായിട്ടുള്ള ഹാൻഡിൽ പാസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് എന്തായാലും ഇതിൽ പ്രോമിസിങ് ആണ്. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻസ് കാര്യം നോക്കുമ്പോൾ നമുക്ക് ഞാൻ ഓടിച്ച് വെച്ച് KTM ഡ്യൂക്ക് 250 വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈം ഇതിൽ കുറച്ചുകൂടി വൈബ്രേഷൻസ് എനിക്ക് ഫുഡ് പാക്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ പാസിൽ വലുതായിട്ട് അതേപോലെ തന്നെ 250 പോലെ തന്നെയാണ് വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫുഡ് പാക്സിൽ കുറച്ചുകൂടി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ എനിക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊരു അനോയിങ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് RPM കയറുന്ന ടൈം അത് ബാലൻസ് ആവുന്നുണ്ട്. പക്ഷേ അത് ലോവർ RPMസിൽ കുറച്ചൊന്ന് അനോയിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വൈബ്രേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, കാണല്ലോ മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല വിസിബിളാണ്. ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടികളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി ഒന്ന് നോക്കിയാലോ. ലൈക്ക് ഒരു 6th ഗിയറിൽ നോക്കിംഗ് ഉണ്ട്. ഓക്കെ 5th ഗിയറിൽ 40 km/h. ഇപ്പം നോക്കിംഗ് ഒന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ഒന്ന് സ്പീഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 28 ആവുന്ന ടൈം നല്ല നോക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് 4th ഗിയറിൽ വലുതായിട്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ 5th ഗിയറിലോട്ട് ഇടാം. 5th ഗിയർ 35 km/h. നോക്കിംഗ് ഒന്നുമില്ല, അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യം ഞാൻ പറയാനാണെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് 250 കണ്ട പോലെ നല്ല സ്മൂത്തായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ്. ഞാൻ ഇപ്പോൾ ലൈക്ക് കുറച്ചുകൂടി ഒന്ന് RPM കയറാം. ലൈക്ക് 4000 RPM കഴിഞ്ഞല്ലോ. ക്ലച്ച് പിടിക്കുന്നില്ല, കണ്ടല്ലോ. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ്. അതിപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ആയാലും അപ്പ് ഷിഫ്റ്റ് ആയാലും ഒരു ജേർക്കും ഇല്ല. അങ്ങനത്തെ ഒരു നെഗറ്റീവും പറയാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അതേപോലെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ്. എൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പിന്നെ ഈ ട്രാഫിക്കിലുള്ളതുകൊണ്ട് കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ ഹീറ്റിംഗ് നമുക്ക് 250 പോലെ തന്നെയാണ്. മേ ബി അതിനെക്കാട്ടി കുറച്ചുകൂടി നന്നായിട്ട് ഹീറ്റ് ഡെസിപ്പേഷൻ നമുക്ക് ഈ ഒരു വിറ്റ്പിലിയൻ 250 കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അധികം ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ബ്രേക്കിംഗ് കണ്ടല്ലോ, ജസ്റ്റ് 2 ഫിംഗേഴ്സ് മാത്രം മതി. നമുക്ക് 390 കൊണ്ടുവന്ന സിമിലർ ബ്രേക്കാണ് വരുന്നത്. ഒരു 320 mm ഡിസ്ക് റൂട്ടേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബൈക്ക് എൻജോയ് ചെയ്ത് ഓട്ടിക്കാം. ബിക്കോസ് അതേപോലെ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്, കോൺഫിഡൻസ് തരുന്ന ബ്രേക്കിംഗ് ആണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ റിവ്യൂ ചെയ്യുന്ന ടൈം പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചൊന്ന് സ്റ്റിഫറാണെന്ന്. ബിക്കോസ് ഈ ഒരു ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിന് സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ടൈമും ബോട്ടം ഔട്ട് ആവും സസ്പെൻഷൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇവർ തിങ്ക് ചെയ്തുകൊണ്ടാണ് ഒരു ടൈറ്ററായിട്ടുള്ള സ്റ്റിഫറായിട്ടുള്ള സസ്പെൻഷൻ ഫ്രണ്ട് സൈഡിൽ കൊടുത്തേക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ ബ്രേക്കിങ്ങിന് കുറച്ചുകൂടി ഒന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ്. കൊള്ളാം, സസ്പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. നല്ല കംഫർട്ട്. റിയർ സൈഡ് സസ്പെൻഷൻ അത്യാവശ്യം നല്ല സോഫ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാണാമല്ലോ 250 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതേപോലെ ലൈക്ക് 4th ഗിയർ അല്ലെങ്കിൽ 5th ഗിയറിലൊക്കെ ഇതേപോലെ പോവുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ഈസി ആയിട്ട് ഒരു 30+ മൈലേജൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ അറിയാമല്ലോ 250യുടെ ക്യാരക്ടർ ഒരു 5000 RPM ഒരു 6000 RPM കഴിയുന്ന ടൈം ഒരു ക്രേസി എമൗണ്ട് ഓഫ് പവർ ആ ടൈം നമുക്ക് ജനറേറ്റ് ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഫൺ റൈഡിങ് മോട്ടോർ സൈക്കിൾ തന്നെയാണ് കേട്ടോ നമുക്ക് വിറ്റ്പിലിയൻ 250 വരുന്നത്. ഇപ്പം നമുക്ക് കറൻ്റ്ലി കേരളത്തിൽ വരുന്ന പ്രൈസിങ്ങിലേക്ക് ഒരു 2,82,000 സംതിങ് റുപ്പീസാണ്. ഇനി അഥവാ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈം എന്തായാലും ഇവിടെ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്കിപ്പോൾ അഥവാ ബൈക്കിനെ കുറിച്ച് ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ തരത്തെ കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബൈക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് നമുക്ക് കുറവായതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ്. ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പക്ക സാധനമാണ് നമുക്ക് വിറ്റ്പിലിയൻ 250 ആയിട്ട് വരുന്നത്. കൊള്ളാം കേട്ടോ.
പിന്നെ മീറ്റർ കൺസോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടാവും, ബിക്കോസ് ലൈറ്റിലാണ് ഞാൻ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്ന ടൈമാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ റിവ്യൂ ചെയ്തത്. നിങ്ങൾക്ക് മേ ബി ക്യാമറയിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് ഇതിൽ കാണുന്ന ചെറിയ ഡീറ്റെയിൽസ് പോലും ക്ലിയർ ആയിട്ട് വായിക്കാൻ കഴിയും. അതേപോലെ ക്ലിയർ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇനി ക്യാമറയിൽ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന അറിയില്ല, ബിക്കോസ് ഈ ചെറിയ ട്രിപ്പ് ഡീറ്റെയിൽസ് പോലും എനിക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മീറ്റർ കൺസോളിൽ നിന്ന്. ട്രാഫിക് ആണല്ലോ, കുഴപ്പമില്ല, 390 അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അധികം ഹീറ്റ് ചെയ്യത്തില്ല. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഗിയർ ബോക്സാണ്. ഈ ഭാഗ്യത്തിന് ഇതൊരു ഫാൾസ് ന്യൂട്രലൊന്നും വന്ന് പണി തന്നിട്ടില്ല. നല്ല പ്രോപ്പറായിട്ട് തന്നെ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് അതേപോലെ നല്ല ലൈറ്ററായിട്ടുള്ള ക്ലച്ചാണ്, നല്ല ഈ ലൈറ്റാണ്. ജസ്റ്റ് 2 ഫിംഗേഴ്സൊക്കെ മതിയാവും ഇത് ക്ലച്ച് ഒന്ന് പുള്ളി ചെയ്യാനായിട്ട്. അധികം ഡെയറിങ് ആയിട്ടുള്ള സ്റ്റാമിനയൊന്നും നമുക്ക് ഈ ഒരു ക്ലച്ചിന് വേണ്ടി ആവശ്യമില്ല കേട്ടോ. കൊള്ളാം. നമുക്ക് സ്ലിപ്പ് ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഹാർഡ് ഡൗൺ ഷിഫ്റ്റ് ആയാലും ടയർ ലോക്കിംഗ് ഒന്നും വരില്ല, പേടിക്കാതെ ഓടിക്കാം. പിന്നെ വിറ്റ്പില്ലിൻ 250 അടുത്ത പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഡ്യൂക്ക് 250യെ കാട്ടി കുറച്ചുകൂടി അറ്റൻഷൻ ഗ്രാബിങ് ആണ്, ബിക്കോസ് ഇതൊരു കഫേ റേസർ ബൈക്കാണ്. കാണാനും അതിഭീകര ലുക്കാണ്. ക്യാമറയിൽ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല, ബിക്കോസ് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉള്ള കോമ്പിനേഷൻ ഈ ഒരു കഫേ റേസർ ബൈക്ക് ഒരു കിഡിലൻ റെട്രോ ഡിസൈനാണ് വരുന്നത്. ആൾക്കാരൊക്കെ പോകുന്ന ടൈം ഇപ്പോൾ ഓപ്പോസിറ്റ് ആൾക്കാർ പോലും ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നുണ്ട്. മേ ബി നൈസ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ആൾക്കാരൊക്കെ എന്തായാലും നോട്ടീസ് ചെയ്യുന്നുണ്ട്, കാറിൻ്റെ അകത്തിരുന്ന ആൾക്കാർ പോലും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഏതാ ബൈക്ക് എന്നൊക്കെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. കൊള്ളാം കേട്ടോ, ഒരു അറ്റൻഷൻ ഗ്രാബറാണ് കേട്ടോ നമ്മുടെ ഈ ഹുസ്ക്വർണയുടെ വിറ്റ്പില്ലിൻ 250. ഞാൻ ലാസ്റ്റ് ടൈം ഇതിലേക്കൂടെ ഓവർടേക്ക് ചെയ്ത ടൈം ഒരു പുള്ളിക്കാരെ കമന്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു, എല്ലാ ലൈൻസിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. യെസ് ബ്രോ, ഓവർടേക്ക് ചെയ്യുന്നില്ല, ബിക്കോസ് ഒരു വലിയ ലോറി നമുക്ക് ഫ്രണ്ടിലുണ്ട്, ഒരു വലിയ ബസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഇതേപോലെ സിറ്റുവേഷനിൽ ഓവർടേക്ക് ചെയ്യാമല്ലോ. കണ്ടില്ലേ, ഇപ്പോൾ ഹാർഡ് ഡൗൺ ഷിഫ്റ്റിംഗായിരുന്നു അവിടെ ചെയ്ത്. അപ്പോൾ കൂടി ടയർ ലോക്കിംഗ് ഇല്ലാതെ അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു RPM കയറി കഴിയുമ്പോൾ എൻ്റെ ക്യാരക്ടർ മാറുന്ന കുറച്ച് മുന്നേ കണ്ടു കാണുമല്ലോ. ഒരു ഫൺ റൈഡിങ് തന്നെയാണ് കേട്ടോ. ഈ ത്രോട്ടിൽ റെസ്പോൺസ് അത്യാവശ്യം നല്ല ഷാർപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ റൈഡിങ് മോഡ് ഇല്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈഡിങ് മോഡ് ഇല്ലല്ലോ, അതാണ്. നല്ല ഷാർപ്പറായിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓരോ ഡിപ്പിങ്ങിലായാൽ പോലും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഷാർപ്പായിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസാണ് എനിക്ക് ഇത് കിട്ടുന്നത്. കൊള്ളാം. 250 നമുക്ക് സ്ട്രീറ്റ് മോഡിൽ കുറച്ചുകൂടി ഒരു ചോപ്പി ആയിട്ടുള്ള ത്രോട്ടിലാണ് കിട്ടുന്നത്. ട്രാക്ക് മോഡ് ആകുമ്പോഴാണ് ഇതേപോലെ ഷാർപ്പറായിരുന്നത്. പക്ഷേ ഇത് ഓടിക്കുന്ന ടൈം കംപ്ലീറ്റ് ടൈമും നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ത്രോട്ടിലാണ്. കൊള്ളാം. ഏതാ സ്മൂത്ത്, സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ കേട്ടോ. പിന്നെ ടയർ ഗ്രിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ടയേഴ്സ് ചെയ്യുന്നത്. നല്ല കിടിലൻ ഗ്രിപ്പാണ് കിട്ടുന്നത്. ചെറിയൊരു ഓപ്പൺ റോഡുണ്ട്. ഓപ്പൺ റോഡ് നീ പോട്ടടാന്ന് പറഞ്ഞ് ക്രോസ് ചെയ്ത് വെച്ച് ചേട്ടൻ. ഇവരെല്ലാം എല്ലാവരും വന്ന് ഫ്രണ്ടിൽ കയറുവാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഹുസ്ക്വർണയുടെ വിറ്റ്പില്ലിൻ 250യുടെ വിശേഷങ്ങളൊക്കെ. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിക്കോസ് നമുക്ക് 250യുടെ സെയിം ക്യാരക്ടർ, വേറെ കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് കഫേ റേസർ ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗ്രേറ്റ് ചോയ്സ് ഉള്ള ഒരു 250 ആണ് നമ്മുടെ വിറ്റ്പില്ലിൻ 250. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.